നമസ്കാരം. വാരിയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള ചിത്രകാരി കൊല്ലം ഐശ്വര്യ പബ്ലിക് സ്കൂളിലെ അധ്യാപികയായ ലളിത എസ് ആണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ലളിത ചേച്ചിക്ക് എപ്പോഴാ ശരിക്കും ഈ ഒരു ചിത്രകലയോട് ഇത്രയധികം ഒരു ഇഷ്ടം തുടങ്ങിയത്? കടലും കായലും ഒത്തുചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു നാടാണ് എൻ്റെ നാട്. അപ്പോൾ ആ നാട്ടിൽ ആ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടാവാം എനിക്ക് ചെറിയ പ്രായം മുതൽ തന്നെ എനിക്ക് ചിത്രരചനയോട്, അതായത് ഞാൻ ചെറിയ വൃക്ഷങ്ങൾ, പക്ഷികൾ, അങ്ങനെ ഉള്ള പൂക്കൾ ഇതൊക്കെ വരയ്ക്കുമായിരുന്നു. അപ്പം അതിന് അച്ഛൻ്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു കൂടെ. എന്നാൽ തന്നെയും ചെറിയ ക്ലാസ്സുകൾ മുതൽ എന്നെ ചിത്രരചനയിൽ പഠിക്കാൻ വിട്ടിരുന്നില്ല. അത് കഴിഞ്ഞ് സ്കൂളിൽ ഏതാണ്ട് 3rd സ്റ്റാൻഡേർഡിൽ ഞങ്ങൾ യു പി സ്കൂൾ മണിയംകുളം UP സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അവിടുത്തെ ആർട്ട് അധ്യാപകനായ ജനാർദ്ദനം പിള്ള സാർ 3rd സ്റ്റാൻഡേർഡിൽ കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് വന്നു. അതോടൊപ്പം തന്നെ സാർ എന്നെ ജില്ലയിൽ കൊണ്ടുപോവുകയും അവിടെ എനിക്ക് ജില്ലയിൽ ആദ്യമായി എനിക്ക് ജില്ല ബേസിൽ ഫസ്റ്റ് സമ്മാനം കിട്ടുകയും ചെയ്തു. അപ്പോഴേ എനിക്ക് വരയോട് കൂടുതൽ താല്പര്യം തോന്നി. എന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛന് ഇഷ്ടമാണ് എങ്കിൽ പോലും ഇത് പഠിക്കാനായിട്ടൊന്ന് വിടുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല. എനിക്ക് പഠിക്കണമെന്ന് പറയുമ്പോഴെല്ലാം അച്ഛൻ പറയും, പഠിത്തം കഴിയട്ടെ, 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ വിടാം, വരയിലേക്ക് വിടാം എന്ന് പറഞ്ഞു. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടും അച്ഛനോട് പറഞ്ഞു വേണ്ട, ഇനി പ്രീ ഡിഗ്രി കഴിയട്ടെ. അങ്ങനെ പ്രീ ഡിഗ്രിയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലാബ് ടെക്നീഷ്യൻ കോഴ്സിനോട്ട് വിട്ടു. ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അതിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടി ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് നിന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റൈഫൻഡായിട്ട് 450 കിട്ടുമായിരുന്നു. അപ്പോൾ ആ സ്റ്റൈഫൻഡ് വെച്ച് ഞാനിങ്ങനെ തുടർന്ന് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് അടുത്ത സമീപത്ത് തന്നെയാണ് രവിവർമ്മ ഡ്രോയിങ് സ്കൂൾ. മുരളി സാർ എന്ന് പറഞ്ഞ സാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ KGT ഡിപ്ലോമ പഠിപ്പിക്കുന്നു എന്നറിഞ്ഞത്.
വീട്ടിൽ പറയാതെ ഈ സ്റ്റൈഫൻഡ് പൈസ വെച്ചുകൊണ്ട് പാർട്ട് ടൈമിന് ഞാൻ അവിടെ ആഫ്റ്റർനൂൺ ക്ലാസ്സിന് പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ 2 മാസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞിട്ട് ഇതുപോലെ KGT എക്സാം ഒക്കെ എഴുതണമെങ്കിൽ വീട്ടിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ ഒരു മാമൻ ഇത് അറിയാമായിരുന്നു ഞാൻ പോകുന്നുള്ള കാര്യം. കാരണം ഹോസ്പിറ്റലിൽ നടത്തിയിരുന്ന എൻ്റെ ഒരു മാമനാണ്. അപ്പൊ പുള്ളിക്കാരനെ എന്നെ കൊണ്ടാക്കിയത്. ഞാൻ അവിടെ ഇരുന്ന് ഹോസ്പിറ്റലിൽ വീട്ടിൽ പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ അച്ഛനോട് ഇത് അവതരിപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ തന്നെ വരാം എന്നും പറഞ്ഞ് കൊണ്ടുപോവുകയും, പക്ഷേ ഇല്ല ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് അറിയാം. കാരണം ഹോസ്പിറ്റലിൽ ഒരു 12 മണി വരെ നിന്നാൽ മതി. അത് കഴിഞ്ഞ് എനിക്ക് സ്കൂളിലേക്ക് ഫ്രീ ആവും, സ്കൂളിലേക്ക് പോവാം. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞു, 2 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് ഞാൻ പക്ഷേ ഈ കോഴ്സിന് ചേരുമ്പോഴാണ് ആ ചിത്രകലയിൽ എനിക്ക് ആദ്യമായിട്ട് അപ്പോഴാണ് ശരിക്കും ചിത്രകലയിലേക്ക് ഞാൻ പോകുന്നത്. ആ സമയത്താണ്. കാരണം ആ മുരളി സാറാണ് ആ അധ്യാപകനാണ് എന്റെ ചിത്രകലയിലേക്ക് കൊണ്ട് നയിച്ചത്. അപ്പൊ ശരിക്കും എങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കാനായിരുന്നു എനിക്ക് കൂടുതലും താല്പര്യം. പ്രകൃതിയോട് കൂടി ഇഴുകിച്ചേർന്ന പിക്ചറാണ് വരയ്ക്കാറുണ്ടായിരുന്നത്. അപ്പൊ ആ സ്ഥലത്തെ പ്രകൃതി ഭംഗിയാണ് ആസ്വദിച്ചിരുന്നത് കൂടുതലും. എങ്ങനത്തെ ചിത്രങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഓയിൽ പെയിന്റ് ആണോ അതോ ആക്രിലിക് ആണോ വാട്ടർ കളർ ആണോ വരയ്ക്കുന്നത്? നമ്മൾ ചിത്രരചനയിൽ ആദ്യം വാട്ടർ കളറാണ്, പെൻസിൽ ഷെയ്ഡ് കഴിഞ്ഞാൽ വാട്ടർ കളറിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓയിൽ പെയിന്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓയിൽ പെയിന്റ് ആണ് കൂടുതൽ ഇഷ്ടമായിരുന്നത്. ഓയിൽ പെയിന്റിലാണ് കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അക്രിലിക്കിലേക്ക് പോവുകയും. ഓയിൽ പെയിന്റ് ശരിക്കും ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട്, അത് ഉണങ്ങാൻ താമസമാണെങ്കിലും അത് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഓയിൽ പെയിന്റാണ്. എന്നാലും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്നത് ഓയിൽ പെയിന്റ് ആണ്. നമ്മുടെ കലാകാരന്മാർക്ക് ഒരുപാട് നിറങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്, നിറങ്ങളുടെ ലോകത്ത് കഴിയുന്നവരാണ്. എന്നാലും ഒരു നിറത്തിനോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം യെല്ലോയും റെഡും കൂടെ ചേർന്നാണ്. അത് ഓറഞ്ച് കളറിനോടാണ് കൂടുതൽ താല്പര്യം. കാരണം അത് താല്പര്യം വരാൻ കാരണം ഡെയിലി സൺസെറ്റ് കാണുമായിരുന്നു. കാരണം ഞങ്ങളുടെ സമീപത്ത് തന്നെയാണ് കടൽ. അവിടെ പോയി സന്ധ്യാസമയങ്ങളിൽ പോയി കാണുമായിരുന്നു. അപ്പം ആ പ്രകൃതിയാണ് കൂടുതൽ എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. അതായിരിക്കാം എനിക്ക് യെല്ലോയോടും റെഡിനോടും ഇത്രയും കൂടുതൽ താല്പര്യം വരുന്നത്. ഇപ്പോൾ ഒരു പടം വരച്ചു തുടങ്ങിയാൽ അത് തീരാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും? ഒരു ക്യാൻവാസിൽ ഒരു പിക്ചറാണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 മണിക്കൂറിനകം വെച്ച് ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ബേസിലാണ് ഈ തീമൊക്കെ സെലക്ട് ചെയ്യുന്നത്? തീം സെലക്ട് ചെയ്യാന്ന് പറയുന്നത് സമകാലിക സംഭവങ്ങളെ കുറിച്ച് ചില തീമുകൾ, അത് ഈ എക്സിബിഷന് ആസ്പദമാക്കി മാത്രമേ അതങ്ങനെയുള്ള പിക്ചറുകൾ വരയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ കൂടുതലും പ്രകൃതി ഭംഗികൾ തന്നെയാണ് വരയ്ക്കാറുള്ളത്. പിന്നെ ഫിഗേഴ്സ് വരയ്ക്കാറുണ്ട്, എന്നാലും ഫിഗേഴ്സിൽ കൂടുതൽ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. ഒറ്റ ഫിഗർ മാത്രമേ വരയ്ക്കാറുണ്ട്. പോർട്രേറ്റ് മോഡലുകൾ വരയ്ക്കാറുണ്ട്. ഇപ്പൊ എക്സിബിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരുപാട് എക്സിബിഷൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരുപാട് എക്സിബിഷൻസ് ചെയ്യാറുണ്ടോ? എക്സിബിഷൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചിത്രകലാ കൂട്ടായ്മയുണ്ട്. അവിടെ എക്സിബിഷൻ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ തന്നെ ഞങ്ങൾ പിന്നെ ടീച്ചേഴ്സിനെ, പുറത്തുള്ള സ്കൂളിലെ ടീച്ചേഴ്സിനെ വിളിച്ച് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ടീച്ചാർട്ട് കൊച്ചിയുടെ ഭാഗമായിട്ട് എറണാകുളത്ത് ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ CBSE സ്കൂളിലെ ടീച്ചേഴ്സ് പിന്നെ ഒരു ക്യാമ്പ്, അതുപോലെ തന്നെ എക്സിബിഷനും വർഷങ്ങളായി നടത്തിക്കൊണ്ട് വരികയാണ്. ദർബാർ ഹാളിലാണ് എക്സിബിഷൻ നടത്തുന്നത്. ഇപ്പോഴീ അടുത്ത ഇടയായിട്ട് ആർട്ടോപീഡിയ 13 ടീച്ചേഴ്സ് ചേർന്ന്
ഒരു എക്സിബിഷൻ ഞങ്ങൾ ദർബാർ ഹാളിൽ കണ്ടക്ട് ചെയ്തിരുന്നു. ഇനി അടുത്ത എക്സിബിഷന് വേണ്ടി ഞങ്ങൾ ചർച്ചയിലാണ്, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചിത്രകാരന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്യാൻവാസിലേക്ക് പകർത്തുന്നത്. എന്നിരുന്നാലും ഇപ്പൊ ഒരു എക്സിബിഷന്റെ ബേസിൽ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? മനസ്സിലുള്ളതാണോ വരയ്ക്കുക? മനസ്സിൽ ഉള്ളത് വരയ്ക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രകൃതിയെയും കൂടെ അതിനകത്ത് ഇഴുകി അല്ല, കാണികൾക്ക് കാണാൻ കൂടുതൽ ഇഷ്ടമുള്ളതാണോ വരയ്ക്കുക? കാണികൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടമുള്ളതാ വരയ്ക്കുന്നത്. അവരിൽ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യുന്നത് പിക്ചറുകളായിരിക്കും കൂടുതൽ വരയ്ക്കാൻ നോക്കുന്നത്. അങ്ങനെ എക്സിബിഷൻസിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഓർത്തെടുക്കാനായിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം, കാരണം ഞങ്ങൾ ചീച്ചാർട്ട് കൊച്ചിയുടെ ഭാഗമായിട്ട് എക്സിബിഷൻ വന്നതിന് ശേഷം രണ്ടാമത് എക്സിബിഷന് ദർബാർ ഹാളിൽ നടക്കുമ്പോൾ അവിടെ ഒരു പിക്ചർ ഞാൻ വെച്ചിരുന്നു. ഒരു ലേഡിയാണ്, അതൊരു കുട്ടി പ്രഗ്നൻ്റായ ആ ഒരു ഇതാണ്. കാരണം ആ ഒരു കുട്ടികളുടെ ദുഃഖം പകുതി നമ്മുടെ ഭൂമിക്ക് മുകളിലും പകുതി ഭൂമിക്ക് താഴെയായിട്ടാണ് ഞാൻ വരച്ചിരുന്നത്. ഈ കുട്ടിയെ തന്നെ എന്നുവെച്ചാൽ അവരുടെ ആ ദുഃഖാവസ്ഥ, കുട്ടികളുടെ പീഡനത്തിന്റെ ആ ദുഃഖാവസ്ഥ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ദുഃഖാവസ്ഥയാണ് അത് അവിടെ ഞാൻ ചിത്രീകരിച്ചിരുന്നത്. പക്ഷെ അത് കണ്ടിട്ട് ഒരു പാർട്ടി എന്നോട് നേരിട്ട് പറഞ്ഞു അത് സൂപ്പറായിട്ടുണ്ട് ആ പിക്ചർ. അപ്പോഴെനിക്ക് നല്ല സന്തോഷം തോന്നി. കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ലോ പുറത്തുനിന്ന് ഒരാള്. അങ്ങനെ ഒരു ചിത്രം വരച്ച് കഴിയുമ്പോൾ അതിന് ഓരോ ചിത്രത്തിനും എന്തെങ്കിലും ഒരു പേരിടുക, അങ്ങനെ ഒരു ശീലമുണ്ടോ? ചിലതിനൊക്കെ പേരിട്ടിട്ടുണ്ട്, ചിലത് അല്ലാതെ തന്നെ അങ്ങ് അൺനോൺ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ഏതാണെന്നൊന്ന് പറയാമോ? അത് ഇത് തന്നെയാണ്. ഞാൻ ഇതിന് വസുന്ധരയുടെ ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടിരുന്നത്. ഞാൻ ഈ ആദ്യം പറഞ്ഞ ആ പിക്ചറിനാണ് ഇട്ടിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴായാലും ചില സീനറികൾ അല്ലെങ്കിൽ ചില നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പതിയുകയും പിന്നീട് അത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്? നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. യാത്ര ചെയ്യുന്നതിൽ കാണുന്നത് നമ്മളുടെ മനസ്സിൽ പകർത്തി വെച്ചിരിക്കുന്ന പല സീനുകളും നമ്മൾ പല പിക്ചറുകളിലേക്കായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഏത് മേഖലയായാലും നമുക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മൾ മനസ്സിൽ അവരുടെ ശൈലിയും എല്ലാം നമ്മൾ പകർത്തുന്ന ആരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കുട്ടിക്കാലം മുതലേ രാജാ രവിവർമ്മയുടെ പിക്ചറുകളാണ് ഞാൻ കൂടുതലും കാണാൻ താല്പര്യം കാണിച്ചിരുന്നതും. ട്രിവാൻഡ്രം ആർട്ട് ഗാലറിയിൽ പോയി 2 വർഷത്തിലൊരിക്കൽ പോകുമായിരുന്നു, ചെറുതിലെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പിക്ചറുകളും അദ്ദേഹത്തിൻ്റെ വരകളുമാണ് കൂടുതൽ ഇൻസ്പിറേഷൻ കൂടുതൽ ഉണ്ടാവുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്ത് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് സമയം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയും ഒരു അധ്യാപികയാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് ശരിക്കും ഒരു ചിത്രം വരയ്ക്കാനുള്ള സമയം കണ്ടെത്തുന്നത്? രാത്രികാലങ്ങളിലാണ്. കാരണം നമ്മളുടെ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് അതിനുശേഷം ചിത്രരചനയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റും. യാതൊരു ശല്യപ്പെടുത്തലുകളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ആ ചിത്രം പൂർത്തിയാക്കാൻ കഴിയും. അത് എത്ര സമയമെടുത്താൽ കൂടി നമ്മൾ ചിലപ്പം രാത്രി 10 മണി 11 മണി കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണി വരെ ഇരുന്നാലും നമുക്കൊരു ക്ഷീണമോ ഒരു തളർച്ചയോ ഉറക്കമോ വരില്ല ആ പിക്ചർ തീർക്കുന്നത് വരെ. ഇപ്പം ഈ പറഞ്ഞ പോലെ എക്സിബിഷൻ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല മാധ്യമങ്ങളുണ്ട് നമ്മൾ വരച്ച ചിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ഏത് മാധ്യമത്തിലൂടെയാണ് ടീച്ചർ കൂടുതലായിട്ടും വരച്ച ചിത്രങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്? ഇപ്പം വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കിലും ഇടാറുണ്ട്, വാട്സപ്പിലും ഇടാറുണ്ട്, എല്ലാ മീഡിയയിലും പാസ് ചെയ്യാറുണ്ട് പിക്ചേഴ്സ്. ഏതിലാണ് കൂടുതൽ റെസ്പോൺസ്? ഫേസ്ബുക്കിലാണ്. അങ്ങനെ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പറഞ്ഞ നല്ല എന്തെങ്കിലും ഒരു വാക്ക് ഓർമ്മയിലുണ്ടോ? എല്ലാവരും പറയുന്നത് എക്സലന്റ്, വെരി ഗുഡ്, ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. നന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഒരു ചിത്രത്തിനോട് ആത്മബന്ധം പുലർത്താൻ അങ്ങനെയുള്ള ഒരു ശീലം ഉണ്ടോ? ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ചിത്രം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ഒരു വിഷമം തോന്നാറില്ലേ? വിഷമം തോന്നുകയല്ല ചെയ്യുന്നത്, നമ്മളത് കയ്യിൽ നിന്ന് ആരാണോ വാങ്ങിക്കുന്നത് അദ്ദേഹം കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു സേഫായിട്ടുള്ള കയ്യിലേക്ക്
അത് മാറ്റി എന്നുള്ള നമ്മളെപ്പോലെ തന്നെ അവരത് സേഫായി സൂക്ഷിക്കാനായിരിക്കുമല്ലോ, ഒന്നുകിൽ അവരുടെ വീട്ടിൽ കീപ്പ് ചെയ്യാൻ അങ്ങനെ ആയിരിക്കും. അത് ആ ഒരു സേഫായ കയ്യിലേക്ക് മാറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഒരു ചിത്രം വരച്ചു, ആ ചിത്രം വിറ്റ് പോയില്ല. തീർച്ചയായിട്ടും ഒരു ചിത്രം വരയ്ക്കുന്നതിന് നല്ല ചെലവുണ്ട് അല്ലേ? അപ്പോൾ അടുത്തൊരു ചിത്രത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫണ്ടൊക്കെ കണ്ടെത്തുന്നത്? ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നമ്മളെ സുഹൃത്തുക്കൾ തന്നെ വരച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് വരച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള വരുന്നതും പിന്നെ അല്ലാതെ ഫണ്ടുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചിലവാക്കുന്നത്. പിന്നെ സുഹൃത്തുക്കളും പിന്നെ നമ്മളെ നാട്ടിലുള്ള അവരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കും. അങ്ങനെ വിറ്റ് പോയിട്ടുണ്ട്, വരച്ച് കൊടുക്കാറുണ്ട്, വിറ്റ് പോയിട്ടുമുണ്ട്. ഒരു പടം വരയ്ക്കുമ്പോൾ വരച്ചു തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായൊരു പ്ലാനിങ്, എങ്ങനെയൊക്കെ എന്തൊക്കെ കളേഴ്സ്, ഏതെല്ലാം ഏതേത് സ്ഥാനങ്ങളിൽ വേണം, അങ്ങനെ ഒരു കൃത്യമായൊരു പ്ലാനിങ് ചെയ്യാറുണ്ടോ? ഉണ്ട്. പ്ലാനിങ് നമ്മൾ വരയ്ക്കാനുള്ള പ്ലാനിങ്, കാരണം നമ്മളുടെ മനസ്സിലാണ് അത് പകർത്തി വെക്കുന്നത്. നമുക്ക് ഇന്നത് ക്യാൻവാസിലേക്ക് വരണം. ഇപ്പോൾ ഒരു ഫിഗർ ആയാൽ തന്നെ അത് ആ ഫിഗർ ഏത് രൂപത്തിൽ വരണം എന്ന് നമ്മളുടെ മനസ്സിൽ വരും. അത് ആ മനസ്സിൽ വരുന്ന ഫിഗർ മാത്രമേ ക്യാൻവാസിലോട്ട് പകരുള്ളൂ. എന്നിട്ട് അതിന് ഏതെല്ലാം കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം അത് നമ്മൾ തന്നെ മുൻകൂട്ടി നമ്മളത് കണ്ടിരിക്കണം. കണ്ടതിന് ശേഷം മാത്രമേ ക്യാൻവാസിലോട്ട് പകർത്താൻ പാടുള്ളൂ. ഇപ്പോൾ എക്സിബിഷൻ പോലെ തന്നെ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ തരുന്നതാണ് ക്യാമ്പുകൾ. ഇപ്പോൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ടോ? ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. സ്കൂൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ കൊച്ചിയുടെ ഭാഗമായിട്ട് ക്യാമ്പുകൾ എല്ലാ വർഷവും ക്യാമ്പുകളുണ്ട്. ചങ്ങമ്പുഴ പാർക്കിലാണ് ക്യാമ്പുകൾ നടക്കാറുള്ളത്. അതിലെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇതുവരെ എത്ര ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടാവും? ക്യാമ്പുകൾ ഒരു 8-9 ക്യാമ്പുകളോളം നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, എറണാകുളം തന്നെ. അപ്പോൾ അതിനെന്തെങ്കിലും ഓർത്ത് വെക്കാനുള്ള ഒരു അനുഭവം എന്തെങ്കിലും പറയാമോ? അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ക്യാമ്പിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അക്രിലിക് യൂസ് ചെയ്യുമെങ്കിലും ഞങ്ങൾക്ക് ഓയിൽ പെയിന്റിനോടായിരുന്നു താല്പര്യം. ഞാൻ ഓയിൽ പെയിന്റാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്യാമ്പിൽ ഇവിടെ വന്നപ്പോൾ ക്യാൻവാസ് തന്നിട്ട് സാറ് പറഞ്ഞത് എല്ലാവരും അക്രിലിക്കാണ് ഞാൻ പറഞ്ഞു ഞാൻ ഓയിൽ പെയിന്റാണ് കൊണ്ടുവന്നത്, ഓയിൽ പെയിന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഫസ്റ്റ് ക്യാമ്പിൽ ഞാൻ ഓയിൽ പെയിന്റ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ സെക്കൻഡ് ക്യാമ്പ് തൊട്ട് മാത്രമേ അക്രിലിക്കിലോട്ട്. എല്ലാവരും അക്രിലിക് ചെയ്യുമ്പോഴും ഞാൻ അത് ഓയിൽ പെയിന്റ് തന്നെയാണ് ചെയ്ത് പൂർത്തിയാക്കിയത് അവരുടെ കൂടെ. ഇപ്പോൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു, അതെന്തെങ്കിലും ഒരു പ്രത്യേക റീസണ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങളുണ്ടോ? കാരണം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഏതെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി ഫണ്ടുകൾ ശേഖരിക്കാനായിരിക്കും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചപ്പോൾ ആ ക്യാമ്പുകൾ ഈ ഫ്ലഡിൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. എറണാകുളത്തായിരുന്നു. ആ ക്യാമ്പിൽ ഞാൻ വരച്ച പിക്ചർ തന്നെ അത് വരച്ച് തുടങ്ങി പകുതി ആയപ്പോൾ തന്നെ പാർട്ടി വന്ന് അവിടെ നിൽക്കുകയും ആ പാർട്ടി ആ പിക്ചർ പൂർത്തിയായപ്പോൾ തന്നെ അത് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് വിറ്റ് പോയപ്പോൾ അതിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. കാരണം നമ്മളാൽ കഴിയുന്ന എമൗണ്ട് കൊടുത്ത് അതിന് പുറമേ നമ്മൾ വരച്ച പിക്ചറിൻ്റെ എമൗണ്ടും ആ ചാരിറ്റിക്ക് വേണ്ടി സമ്മാനിക്കാൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിന് വലിയ ചാരിതാർത്ഥ്യമാണ് എനിക്കുണ്ടായിരുന്നത്. അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാനത് കാണുന്നത്.
ടീച്ചർ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഒരുപാട് ക്ഷമ വേണം കുട്ടികളെ വരയ്ക്കാൻ പഠിപ്പിക്കാനായാലും എന്ത് കാര്യം ചെയ്യിപ്പിക്കാനായാലും. എങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള പഠനമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത്? കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും ക്ഷമ, കാരണം വെച്ചാൽ ടീച്ചേഴ്സിന് വേണ്ടത് ക്ഷമയാണ്. അപ്പോൾ ആ ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒരു ലൈൻസ് ഇടാൻ പഠിപ്പിച്ചാൽ തന്നെയും അവർ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവർ വരയ്ക്കുന്നത് അത് വളച്ച് വളച്ച് തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ അവരുടെ കൈ സ്ട്രൈറ്റ് പോവില്ല. അതുപോലെ അവരുടെ വരച്ച് പഠിപ്പിക്കുമ്പോൾ ആദ്യം അവർക്ക് കളറുകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം അവരെ ലൈൻസ് ഇടാൻ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ കളേഴ്സ് കൊടുക്കുക. സർക്കിൾ ഷേപ്പ്, അതുപോലെ ട്രയാങ്കിൾ ഷേപ്പ്, അങ്ങനെ ഷേപ്പുകൾ വരപ്പിച്ച് അവർക്ക് ആ ഷേപ്പിനകത്ത് കളർ ചെയ്യാൻ പഠിപ്പിക്കുക. നമ്മളെ പ്രൈമറി കളേഴ്സ്, കൈവഴക്കം ഫസ്റ്റ്. ആ കൈവഴക്കം വന്നതിന് ശേഷം മാത്രമേ അവർക്ക് മെയിനായിട്ടുള്ള ചിത്രങ്ങൾ കൊടുക്കാവൂ. ഇപ്പോൾ ഫ്ലവേഴ്സ് വരയ്ക്കാനായാലും ബട്ടർഫ്ലൈ വരയ്ക്കാനായാലും ഇതിനെല്ലാം ആദ്യം ആ ഷേപ്പിൻ്റെ അത് വരച്ച് കഴിയുമ്പോൾ എല്ലാ പിക്ചറിലും നമ്മൾ കാണുന്ന പ്രകൃതിയിൽ കാണുന്ന എല്ലാ പിക്ചേഴ്സിലും തനതായ ഒരു ഷേപ്പുണ്ട്. ആ ഷേപ്പ് ഇവർക്ക് പഠിക്കണമെങ്കിൽ ആദ്യം ഇവർ ആ ഷേപ്പ് പഠിച്ച് കളർ ചെയ്ത് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ ഷേപ്പ് മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഷേപ്പ് വരച്ച് കളർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ആ കളർ നിൽക്കും. അപ്പോൾ അവർക്ക് വേറെ പിക്ചേഴ്സ് വരയ്ക്കാൻ വരുമ്പോൾ ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. ആദ്യം ആ കളേഴ്സ് കൊടുത്തതിന് ശേഷം പിന്നീട് മാത്രമേ അവർക്ക് വീണ്ടും ആ ഓയിൽ പേസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും അവരെ പെൻസിൽ ഷെയ്ഡിലേക്ക് മാറ്റുക. അതിനുശേഷം അവരെ വാട്ടർ കളറിലേക്ക് മാറ്റുക. ആ വാട്ടർ കളറിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും വേണ്ടത് നല്ല ക്ഷമയാണ് വാട്ടർ കളർ ചെയ്യാൻ വേണ്ടത്. കാരണം വാട്ടർ കളർ ലൈറ്റായിട്ട് വാട്ടർ മിക്സ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പേപ്പറിൽ വാഷ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് തന്നെ വാഷ് ചെയ്ത് പഠിപ്പിക്കുക. അത് ഒരു പ്രാവശ്യം വാഷ് ചെയ്യുന്ന കളർ അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പ് അതിനകത്തോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല ക്ഷമയോടുകൂടി മാത്രമേ ഈ കുട്ടികളെ പഠിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ശരിക്കും വരയോട് ടാലന്റ് ഉള്ള കുട്ടികളുടെ വര കാണുമ്പോൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ടോ? ഉണ്ട്. നമ്മളോട് വന്ന് സംശയം ചോദിക്കുക. അതുപോലെ നമ്മൾ ആർട്സ് റൂം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് പിന്നെ താല്പര്യമുള്ള കുട്ടികൾ അങ്ങോട്ട് വരികയും അവർക്ക് നമ്മളിൽ നിന്ന് കൂടുതൽ പ്രാക്ടീസ് കിട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് കിട്ടിയ കുട്ടികളും ഇതിൽ നിന്ന് ഹൈ ലെവലിൽ പോകുന്ന കുട്ടികളും ഉണ്ട്. ഇത് തന്നെ ടാർഗറ്റ് എടുത്ത് പോകുന്ന കുട്ടികളും ഉണ്ട് നമ്മളതിൽ. അങ്ങനെ ഒരു കുട്ടി നമുക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആർക്കിടെക്ചർ എടുത്തൊരു കുട്ടി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വരയിൽ നല്ല പോലെ ആ കുട്ടി പുറത്തെങ്ങും പഠിച്ചിട്ടില്ല. അവൻ ഈ സ്കൂളിൽ തന്നെ മാത്രമേ ഈ ആർട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം, അതൊക്കെ ഒരു സന്തോഷമാണ് കുട്ടികൾ. അങ്ങനെ വേറെ 1-2 കുട്ടികൾ ഇതുപോലെ ഈ ആർട്ടിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരയ്ക്കുക, ചിത്രകല എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഇപ്പൊ വരയ്ക്കലല്ലാതെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഉണ്ട്. മറ്റുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടിക്കാലം മുതലേ ചെറിയ ബുക്കുകൾ വായിക്കുമായിരുന്നു. എല്ലാം ബുക്കുകൾ വായിക്കുമ്പോൾ അന്ന് തന്നെ ചെറിയ ചെറിയ കവിതകൾ എഴുതുമായിരുന്നു. അന്ന് അതൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ല. എഴുതും കിരിക്കളയും അങ്ങനെ ആയിരുന്നു. ഇതെല്ലാം അച്ഛൻ വായിക്കുമായിരുന്നു അന്നൊക്കെ. വായിച്ചിട്ട് നല്ലതെന്നൊക്കെ പറയുമായിരുന്നു. എന്നാലും ഞാനത് ശ്രദ്ധയെ കൊണ്ടുവന്നില്ല. പിന്നെ സ്കൂളിൽ സ്കൂൾ മാഗസീനുകളിൽ വർക്ക്, കാരണം മാഗസീൻ വർക്കും എല്ലാം ഈ ആർട്ടുകാർക്കാണല്ലോ എടുത്ത് തരുന്നത്. അപ്പോൾ ആ മാഗസീൻ വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എൻ്റേതായിട്ടുള്ള സൃഷ്ടികൾ മാഗസീനിൽ ഓരോ വർഷങ്ങളിലോ ഓരോ പാട്ട് വീതം ഞാൻ തന്നെ ഓരോ കവിത വീതം എഴുതി കൊടുക്കാറുണ്ട്. ഇപ്പൊ ചിത്രകല ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും വേണ്ടത്ര ഒരു പ്രോത്സാഹനം ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും പലപ്പോഴും അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ലളിതകലാ അക്കാദമിയുടെ ഭാഗമായിട്ട് കളരികളിൽ ഞങ്ങൾക്ക് പ്രോത്സാഹനം കളരികൾ തരികയും അതുപോലെ തന്നെ പാലക്കാടൊക്കെ നമുക്ക് പിന്നെ ക്ലാസ്സായിട്ട് തന്നെ ചിത്രകലാ അധ്യാപകർക്ക് ക്ലാസ്സായിട്ട് തന്നെ തരികയും ചെയ്യുന്നത്. കാരണം സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് തന്നും കൊണ്ടാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചതും. അക്കാദമിയുടെ ഭാഗമായിട്ടാണ് നമ്മളുടെ എക്സിബിഷൻ ഇവിടെ ദർബാർ ഹാളിൽ നടത്തിയിരുന്നതും. ലാസ്റ്റ് എക്സിബിഷനും ക്യാമ്പുകളും ഒക്കെ ഞങ്ങൾക്ക് അക്കാദമി തന്നിരുന്നു. കലാകാരന്മാരെന്ന് പറയുന്നത് ഒരു സ്വപ്ന സഞ്ചാരികളാണ്. അപ്പോൾ ടീച്ചറിന്റെ മനസ്സിലുണ്ടാവും ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ചിത്രകലയിൽ ടീച്ചറിന്റെ ഒരു സ്വപ്നം എന്താണ്? ചിത്രകലയിൽ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വരയ്ക്കാൻ കഴിയുമോ അത്രത്തോളം വരയ്ക്കുക. കാരണം നമ്മളുടെ കണ്ണും കൈയും എപ്പോഴും ചലനം നശിക്കുന്നുവോ അപ്പോഴും വരെ നമുക്ക് കഴിയുന്ന രീതിയിൽ വരച്ച് ആ ചിത്രങ്ങളിലൂടെ
മുന്നോട്ട് യാത്ര ചെയ്യുക. ഇത് മാത്രമാണ് എൻ്റെ സ്വപ്നം. അപ്പൊ ടീച്ചറിന്റെ ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്യാറുണ്ട്? ഫാമിലി സപ്പോർട്ടീവ് ആണ്. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, 2 കുട്ടികൾ. മകൾ ഇപ്പം മാരേജ് കഴിഞ്ഞു, മകൻ പോളിടെക്നിക് കഴിഞ്ഞ് നിൽക്കുവാണ്. അവർ നല്ല സപ്പോർട്ടീവാണ്. കാരണം ഏത് പിക്ചർ ഞാൻ വരയ്ക്കുമ്പോഴും എൻ്റെ മക്കൾ പറയും നല്ല പിക്ചറാണമ്മ എന്ന് പറയും. കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ മകൻ സഹായിക്കും. ചില കളേഴ്സ് എടുത്ത് വയ്ക്കുമ്പോൾ അമ്മ ആ കളേഴ്സ് അവിടെ ശരിയായില്ല, അമ്മ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യും എന്നൊക്കെ. മുമ്പല്ല, കുട്ടിക്കാലത്ത് അവരത്ര ശ്രദ്ധയിൽപ്പെടത്തില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴിപ്പോഴും അവരതിനെ കുറിച്ച് പറയുകയും ഇപ്പം അവർ നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒരു ശല്യങ്ങളുമില്ല. അതുപോലെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ആങ്ങള, കാരണം സഹോദരൻ ഭയങ്കര സപ്പോർട്ടീവാണ് അവൻ. കാരണം വരയ്ക്കാൻ കൂടുതൽ പ്രോത്സാഹനം തരുന്നത് അവനാ. വരച്ച് വിൽക്കാൻ നോക്കുക എന്ന് പറയുന്നതും വരച്ച് എവിടെയെങ്കിലും ഷോ നടത്തുക എന്ന് പറയുന്നതെല്ലാം അവനാ കൂടുതൽ. അപ്പൊ എങ്ങനെയായിരിക്കും സെയില് ചെയ്യുന്നത് കൂടുതലായിട്ടും വരയ്ക്കുന്ന ചിത്രങ്ങൾ? വരയ്ക്കുന്ന ചിത്രങ്ങൾ അങ്ങനെ സെയിൽസിനായിട്ട് വെക്കില്ല. ഈ ഷോയിൽ സെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സിബിഷൻസിൽ തന്നെ സെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ പോകും. പിന്നെ ആരെങ്കിലും ആവശ്യപ്പെട്ട് വരച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ സെയിൽ പോകുന്നുണ്ട്. അപ്പൊ ടീച്ചറിന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. ഇനിയും ചിത്രകലയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ വിശേഷവുമായി അടുത്ത ആഴ്ച കാണുന്നവരേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.